ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. ലക്സംബർഗ് എന്ന് പറയുന്ന ഒരു രാജ്യത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? സത്യം പറഞ്ഞാൽ നമ്മൾ പലരും കേൾക്കാൻ വഴിയില്ലാത്ത ഒരു രാജ്യമാണ്. ഈ രാജ്യം എത്ര ഫേമസ് ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. വളരെ ചെറിയ എന്നാൽ സമ്പന്നമായിട്ട് പബ്ലിക് ട്രാൻസ്പോർട്ടൊക്കെ ഫ്രീ ആയിട്ടുള്ള യൂറോപ്പിലെ ഒരു കൺട്രി, അതാണ് ലക്സംബർഗ്. യൂറോപ്പിൻ്റെ നടുവിൽ പ്രകൃതിയും ചരിത്രവും കൈകോർക്കുന്ന ഒരു അത്ഭുത ചെറിയ രാജ്യം. സോ ഇന്ന് നമ്മൾ യാത്ര പോകുന്നത് യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ ഒരു രാജ്യമായ ലക്സംബർഗിലേക്കാണ്. എന്നാൽ ഈ യാത്ര ആരംഭിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിലെ ഒരു നഗരമായ ട്രിയറിലാണ് ഞാനിപ്പോൾ. അപ്പം എന്നെ കാണിച്ച് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് വെളിയിലെ കാഴ്ചകൾ നോക്കാം. അതിമനോഹരമാണ്. നമ്മുടെ ട്രിയറിൽ നിന്ന് ലക്സംബർഗിലേക്ക് പോകുന്ന ഈ ട്രെയിനിൻ്റെ വിൻഡോസിലൂടെ നോക്കുവാണെങ്കിൽ ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം പച്ചപ്പുള്ള മലനിരകളും മുന്തിരിത്തോട്ടങ്ങളും ചെറിയ ചെറിയ ഗ്രാമങ്ങളും പഴയ യൂറോപ്യൻ വീടുകളും, സത്യം പറഞ്ഞ ഓരോ കാഴ്ചയും നമ്മുടെ സിനിമയിലെ രംഗങ്ങളെ പോലെ ഭയങ്കര അടിപൊളിയാണ്. ഈ ട്രയർ എന്ന് പറയുന്ന സിറ്റി, ട്രിയർ ആണോ, ജർമ്മനിയിലെ ഏറ്റവും പഴക്കമുള്ള നഗരങ്ങളിൽ ഒന്നാണ്. നമ്മുടെ റോമൻ സാമ്രാജ്യത്തിൻ്റെ കുറേ തിരശീഷിപ്പുകൾ അല്ലെങ്കിൽ അതൊക്കെ ഇവിടെ ഉണ്ട്. അതിൻ്റെ റോമൻ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം ഇന്നും ഈ സിറ്റിയിൽ ഭയങ്കര ലൈവായിട്ട് നിലനിൽക്കുന്നുണ്ട്. പല നിർമ്മിതികളും റോമൻ നിർമ്മിതികളാണ്. ട്രെയിൻ ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കിന് നമ്മൾ കാഴ്ചകൾ കുറേ മനോഹരമാവുന്നു. ഭയങ്കര വലിയ കുറേ കാടുകൾ, താഴ്വാരങ്ങൾ, മലകൾ, കുറേ റോക്കി ഹിൽസ്, അതുപോലെ തന്നെ നദീതീരങ്ങൾ, അതിൻ്റെ ചുറ്റുമുള്ള കുറേ ചെറിയ ചെറിയ വീടുകൾ, ടൂറിസ്റ്റിക് സ്പോട്ട്സ്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു ട്രെയിൻ യാത്രയാണ്. ഇനി നിങ്ങൾ തന്നെ കണ്ടു, ബാക്കി കാര്യം ഞാൻ പറയാം. അപ്പം നിങ്ങളും കുറച്ച് നേരം പുറത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ പതിയെ ട്രെയിനിൽ ലക്സംബർഗിലേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യൂറോപ്പിലെ ഏറ്റവും മനോഹരമായ അതിർത്തി റെയിൽ യാത്രകളിലൊന്നാണിത്. ജനാലയിലൂടെ നോക്കുമ്പോൾ ഒരു വശത്ത് ശാന്തമായി ഒഴുകുന്ന മൊസൈൽ നദിയും മറുവശത്ത് മലഞ്ചെരുവുകളിൽ നിരന്നു കിടക്കുന്ന മുന്തിരിത്തോട്ടങ്ങളും വല്ലാത്തൊരു കാഴ്ച തന്നെയാണ്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ നദിയാണ് മൊസൈൽ റിവർ. ട്രെയിനിൽ നോക്കുന്ന നമ്മൾ ഈ പുറത്ത് കാണുന്ന ഈ മുന്തിരിത്തോട്ടങ്ങളുണ്ടല്ലോ, ഇത് വെറും കൃഷിയിടങ്ങളല്ല. ഏകദേശം ഒരു 2000 വർഷത്തിലേറെ പഴക്കമുള്ള റോമൻ സാമ്രാജ്യ കാലത്ത് തന്നെ ആരംഭിച്ച മുന്തിരി കൃഷിയാണ് ഇതൊക്കെ. ഇന്ന് ഈ മൊസൈൽ താഴ്വര ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു മുന്തിരി വൈൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശങ്ങളൊന്നായിട്ട് അറിയപ്പെടുന്നുണ്ട്. ഇത് നോക്കുമ്പോൾ നമുക്കൊരു സംശയം തോന്നാം, ഒരു സമതലങ്ങളൊന്നും ഇല്ലാതെ ഇത്രയും കുത്തനെയുള്ള മലഞ്ചെരുവുകളിൽ എങ്ങനെ ഇവർ ഈ മുന്തിരി കൃഷിയൊക്കെ ചെയ്യുന്നത്? കാരണം ഭയങ്കര ലളിതമാണ്. സൗത്തിലോട്ട് അഭിമുഖമായിട്ട് ഈ ചെരുവുകളിൽ സൂര്യപ്രകാശം കൂടുതൽ നന്നായിട്ട് കിട്ടുന്നുണ്ട്. അതുമാത്രമല്ല, നമ്മുടെ താഴെക്കൂടെ പോകുന്ന മൊസൈൽ നദി ആ ചൂട് പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതിനാൽ നോർത്തേൺ യൂറോപ്പിലെ തണുത്ത കാലാവസ്ഥയിലും ഇവിടെ മുന്തിരി നന്നായിട്ട് പഴുക്കാനും നല്ല ക്വാളിറ്റി ഉള്ള മുന്തിരി കിട്ടാനും ഈ ഒരു പ്രത്യേക ടെറൈന് ഹെൽപ്ഫുൾ ആണെന്ന് പറയും. ശരിക്കും ഇതൊക്കെ നമ്മൾ കാണേണ്ട കാര്യം തന്നെയാണ്. നേരിട്ട് കണ്ടാൽ മാത്രമേ അതിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം കൂടുതൽ പറയുന്നില്ല. നമ്മുടെ ട്രാവല് ഏകദേശം ലക്സംബർഗ് സിറ്റിയിലെത്തി. അപ്പം സത്യം പറഞ്ഞ ലക്സംബർഗിനെ കുറിച്ച് ഞാൻ അധികം കേട്ടിട്ടൊന്നുമില്ല. ശരിക്കും യൂറോപ്പിലെ വളരെ ചെറിയൊരു രാജ്യമാണ് ലക്സംബർഗ്. അങ്ങനെ പറയത്തക്ക ഫേമസ് ഒന്നുമല്ല. ഒഫീഷ്യലി ഗ്രാൻഡ് ഡച്ചി ഓഫ് ലക്സംബർഗ് അങ്ങനെ എന്തോ ആണ് ഇത് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ബോർഡേഴ്സായിട്ട് വരുന്നത് ബെൽജിയം, ജർമ്മനി, ഫ്രാൻസ് അങ്ങനെയുള്ള കൺട്രീസാണ്. പ്രിസൈസായിട്ട് പറയുകയാണെങ്കിൽ യൂറോപ്പിലെ 7th സ്മോളസ്റ്റ് കൺട്രിയാണ്. ഏകദേശം ഒരു 2500 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു രാജ്യത്തിൻ്റെ ടോട്ടൽ വിസ്തീർണം. അപ്പം നമുക്കറിയാമല്ലോ എത്ര ചെറുതായിരിക്കും ഈ രാജ്യമെന്ന്.
പിന്നെ ലോകത്തിലെ ആകെയുള്ള ഒരു സോവറൈൻ ഗ്രാൻഡ് ഡച്ചിയായിട്ടാണ് ഇത് അറിയപ്പെടുന്നത്. പിന്നെ ഇത്രയും ചെറിയ രാജ്യമായതുകൊണ്ട് തന്നെ കുറച്ച് സമ്പന്നമായ ഒരു രാജ്യമാണ്. അപ്പോൾ കൂടുതൽ നമ്മൾ പറഞ്ഞ ഡയലോഗൊന്നും അടിക്കുന്നില്ല. ഞാൻ ലക്സംബർഗ് എത്തി നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ചെന്നാലും നമുക്കൊരു ഇന്ത്യൻ ഫുഡ് ആദ്യം കഴിച്ചു തുടങ്ങുക ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അതുകൊണ്ട് ഞാൻ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തപ്പി പോവാണ്. അപ്പോഴാണ് ഒരു കൃഷ്ണവിലാസം റെസ്റ്റോറൻറ്റ് കണ്ടത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ കയറിയിട്ട് കുറച്ച് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നേരെ അടുത്ത് നമ്മൾ പോകുന്നത് ഇവിടെയുള്ള ഒരു കത്തീഡ്രലിലോട്ടാണ്. അതായത് നോട്രഡാം കത്തീഡ്രൽ 1613 1621 നിർമ്മിച്ചൊരു കത്തീഡ്രലാണിത്. ഭയങ്കര അടിപൊളിയായിട്ടുള്ള ഒരു പള്ളിയാണ്. ഇതിൻ്റെ അൾത്താരയും തൂണുകളും ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കൊത്തുപണികളാണ്. പിന്നെ ഇതിനുള്ളിൽ തന്നെയുള്ള വെർജിൻ മേരിയുടെ ഒരു വലിയൊരു സ്കൾപ്ചർ, ഒരു പ്രതിമ ഭയങ്കര ഫേമസ് ആണ്. അങ്ങനെ കുറേയധികം രാജാക്കന്മാരുടെയൊക്കെ ശവകുടീരങ്ങളൊക്കെ ഉള്ളൊരു പള്ളിയാണ്. പക്ഷെ ഞങ്ങൾ ചെന്ന സമയത്ത് മാസം അടക്കുന്നതായതുകൊണ്ട് കൂടുതൽ അധിക നേരം പള്ളിക്കകത്ത് നിന്നില്ല. അവിടുന്ന് നേരെ ഇറങ്ങി വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് സ്ഥലത്തോട്ട് പോകാനാണ് എൻ്റെ പ്ലാന്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങി ലക്സംബർഗ് സിറ്റിയിലൂടെ നടക്കുകയാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് പണിതൊരു സിറ്റിയാണ്. ചെറിയ സിറ്റി ആണെങ്കിലും ഇതിൻ്റെ യൂറോപ്യൻ ആ ഒരു ഭംഗിയുണ്ടല്ലോ, ഓരോ ബിൽഡിങ്സിനുള്ള ആ ഒരു ആർക്കിടെക്ചറൽ ബ്യൂട്ടി അത് നമുക്ക് എവിടെ നോക്കിയാലും കാണാൻ പറ്റും. യൂറോപ്യൻ യൂണിയൻ്റെ കുറച്ച് ഫ്ലാഗ്സും കുറേയധികം അഡ്മിനിസ്ട്രേറ്റീവ് ബിൽഡിങ്സും, ഇവിടുത്തെ റാത്ത് ഹൗസ് പോലത്തെ ഒരു ബിൽഡിംഗ് ആണെന്ന് തോന്നുന്നു, അതുപോലെ ഇവിടുത്തെ കോർട്ടോ, അങ്ങനെ കുറേ ബിൽഡിങ്സ് ആ ഒരു സിറ്റി സെൻറ്ററിനോട് ചേർന്ന് വളരെയധികം ഫേമസ് ആയിട്ടുള്ള കുറേ ബിൽഡിങ്സ് ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ കുറേ പള്ളിയുണ്ട് കേട്ടോ. ഒരു പള്ളിയൊന്നും നമ്മുടെ നോട്രഡാം കത്തീഡ്രൽ മാത്രമല്ല, അതിനോട് ചേർന്ന് കുറേ അധികം പള്ളികൾ കാണാൻ പറ്റും. ഇപ്പോൾ യൂറോപ്പിൽ നമ്മൾ എവിടെ പോയാലും കാണുന്ന ഒരു കാര്യമാണല്ലോ, ഇഷ്ടം പോലെ പള്ളിയുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ ഇറങ്ങി നമ്മുടെ മെയിൻ സ്ഥലത്തോട്ട് പോവുകയാണ്. ഇതാണ് ഞാൻ കുറച്ച് നേരമായിട്ട് സസ്പെൻസ് ഇട്ട് പറഞ്ഞ ഇതിൻ്റെ പേര് ബോക്കാസമൈറ്റ്സ് എന്നാണ്. അതായത് ഒരു ഭൂഗർഭ തുരങ്കങ്ങൾ അങ്ങനെയല്ല പറയുന്നത്, അങ്ങനെയുള്ള സാധനങ്ങളാണ്. അപ്പം ശരിക്കും ഇതൊന്നും ഒരു പ്രകൃതിദത്ത ഗുഹയൊന്നുമല്ല. ഇത് 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു മിലിറ്ററി ഡിഫെൻസ് സിസ്റ്റമാണ്. അപ്പം ഈ ഒരു ലക്സംബർഗ് നഗരത്തിൻ്റെ ടോപ്പിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ലക്സംബർഗ് സിറ്റി മുഴുവൻ കാണും. പക്ഷെ നമ്മൾ ഈ നിൽക്കുന്നത് ഒരു ആർട്ടിഫിഷ്യൽ കേവിൻ്റെ മുകളിലാണ്. അപ്പം ലക്സംബർഗ് സിറ്റി ഫുള്ളൊന്ന് കണ്ടിട്ട് ഞാൻ ഈ ബോക്കാസമൈറ്റ്സിലേക്ക് ഒന്ന് കയറാമെന്ന് വിചാരിച്ചു. അങ്ങ് ദൂരെയായിട്ട് പുതിയ ലക്സംബർഗ് സിറ്റി നമുക്ക് കാണാൻ പറ്റും. അപ്പം നമ്മളിപ്പം നിൽക്കുന്ന ഓൾഡ് സിറ്റിയിലാണ്, ദൂരെ കാണുന്നതാണ് പുതിയ സിറ്റി. അപ്പം ഒരു എൻട്രി ടിക്കറ്റ് ഒക്കെ എടുത്ത് നമ്മൾ ഈ ബോക്കാസമൈറ്റ്സിൻ്റെ അകത്തോട്ട് കയറണം. ഏകദേശം ഒരു 20 യൂറോസാണ് ഇതിൻ്റെ ഒരു എൻട്രി ടിക്കറ്റിൻ്റെ പ്രൈസ്. അവിടുന്ന് നമ്മൾ ഈ ഭൂഗർഭ തുരങ്കങ്ങളിലോട്ട് കയറുവാണ്. ഇത് ഭൂമിക്കടിയിലും ഭൂമിക്ക് മുകളിലൊക്കെ ആയിട്ടുള്ള ഒരു വലിയൊരു നെറ്റ്വർക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇപ്പോഴും ആൾക്കാർക്ക് അറിയില്ല. നമുക്ക് പോകാൻ പറ്റുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, കുറച്ച് കിലോമീറ്റേഴ്സ്, അത് കുറേ ഒരു ഏരിയ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ അകത്തോടൊക്കെ ട്രാവൽ ചെയ്യാൻ പറ്റും. കുറേ ഭൂഗർഭ പാതകളൊക്കെ ഉണ്ട്. അപ്പം പണ്ട് കാലത്ത് സൈനികരും സാധാരണ ജനങ്ങളും ഒക്കെ യുദ്ധം നടന്നിരുന്ന സമയത്തൊക്കെ ബങ്കറിന് പകരം ഒരു അഭയം തേടിയിരുന്ന ഒരു സ്ഥലമാണ് ഇതൊക്കെ. ആ തുരങ്കങ്ങളുടെ ഉള്ളിൽ നിന്ന് ഈ പഴയ നഗരത്തിൻ്റെയും താഴെയുള്ള താഴ്വാരത്തിൻ്റെയും ഒക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ തുരങ്കങ്ങളുടെ മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ താഴെയുള്ള ഓൾഡ് സിറ്റി ലക്സംബർഗ്, വേറെ കുറച്ച് കത്തീഡ്രൽ, അവിടുത്തെ ഹൗസിങ്, ബിൽഡിങ്സ് എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കാണാൻ പറ്റും. പിക്ചേഴ്സൊക്കെ എടുക്കാൻ പറ്റിയ ഒരു ലൊക്കേഷനാണ്. ഇതിൻ്റെ ഈ ഒരു കോട്ട സംവിധാനം ഉണ്ടല്ലോ, ഒരു കോട്ടയും ഈ തുരങ്കങ്ങളും ഭൂഗർഭ വഴികളൊക്കെ കൂടി, ഇത് നമ്മുടെ ലക്സംബർഗ് സിറ്റിയുടെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൻ്റെ ഒരു പൈതൃക പട്ടികയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ, ഈ ഒരു സിറ്റിയും ഈ കാണുന്ന ബോക്കാസമൈറ്റ്സും എല്ലാം. അപ്പം അത്ര മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണിത്. കുറേ നേരം ഞങ്ങൾ അതുവഴിയൊക്കെ കറങ്ങി നടന്നു. എന്നിട്ട് ഏകദേശം ഒരു 50-60 മിനിറ്റ്സോളം ആ തുരങ്കൾക്കുള്ളിലായിരുന്നു. അത് കഴിഞ്ഞ് വെളിയിലിറങ്ങി പിന്നെയും സിറ്റിയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു.
ഞങ്ങൾ അപ്പർ സിറ്റിയിൽ നിന്ന് ലോവർ ടൗണിലേക്ക് ഇറങ്ങി. ലോവർ ടൗണും അതി ബ്യൂട്ടിഫുൾ ആണ്. അങ്ങനെ നമ്മൾ ടോപ്പ് സിറ്റിയൊക്കെ കണ്ടിട്ട് ലോവർ ടൗണിലെ കുറച്ച് പള്ളികളൊക്കെ കാണാൻ ഇറങ്ങി. ലോവർ ടൗണിലും ഇഷ്ടം പോലെ പള്ളികളാണ്. അപ്പം കുറച്ച് പള്ളികളൊക്കെ കയറി. അവിടെ നിങ്ങൾ നോക്കിയപ്പോഴത്തേനും നമ്മുടെ നാട്ടിലൊക്കെയുള്ള സ്നാവയോഹന്നാൻ്റെയും ജീസസ് ക്രൈസ്റ്റിൻ്റെയൊക്കെ സെയിം കൈൻഡ് ഓഫ് പിക്ചേഴ്സൊക്കെ ഇവിടെയും കാണാൻ പറ്റും. ഇത് ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ മുകളിലെ ബോക്കാശമൈറ്റ്സിൻ്റെ വേറൊരു വ്യൂ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റിയാണ് ലക്സംബർഗ്. ഞാനിനി അധികം ലക്സംബർഗിനെ കുറിച്ച് പറയുന്നില്ല, കാരണം നിങ്ങൾ തന്നെ ഈ വീഡിയോസിലൂടെ നോക്ക്. എങ്ങോട്ട് തിരിഞ്ഞാലും പിക്ചർ എടുക്കാൻ പറ്റിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ലാൻഡ്സ്കേപ്പ് ചെയ്ത ഭയങ്കര ലൈക്ക് വർഷങ്ങളുടെ ചരിത്രം ഉറങ്ങുന്ന ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സിറ്റി. അപ്പം ലക്സംബർഗിൻ്റെ കാഴ്ചകൾ കാണുക. അപ്പം കണ്ടിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂ. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞതെന്ന് എനിക്കറിയത്തില്ല. ഇവിടെ ലക്സംബർഗിൻ്റെ വൺ ഓഫ് ദ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ടിക്കറ്റ് ഒന്നും എടുക്കേണ്ട, എല്ലാ പബ്ലിക് ട്രാൻസ്പോർട്ടിലും നമുക്ക് ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഇവിടെ ലക്സംബർഗിൽ വരുന്നവർ ടിക്കറ്റ് ഒന്നും എടുക്കണമെന്ന് വിചാരിക്കുകയോ വേണ്ട. ഏത് ട്രെയിൻ, ട്രാം, ബസ് എല്ലാത്തിലും നമുക്ക് ഫ്രീ ആയിട്ട് കയറാം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ അടിപൊളിയാണ്. ജർമ്മനിയേക്കാളും ഭയങ്കര പങ്ക്ച്വലായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റമാണ് നമ്മുടെ ലക്സംബർഗിലുള്ളത്. അപ്പം ഒരു 1 ഡേ നമ്മൾ ഫുള്ള് കറങ്ങുവാണെങ്കിൽ സിറ്റി ഫുള്ള് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അപ്പം ഞാൻ ഏകദേശം ഒരു രാവിലെ വന്നാണ് ഇന്ന് ഫുള്ള് സിറ്റി കൂടെ ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കറങ്ങി നടക്കുമായിരുന്നു. അപ്പം അടിപൊളി ഒരു ലക്സംബർഗ് ട്രിപ്പ് സമയം കിട്ടുമ്പോൾ ഒക്കെ വരിക, കാണുക. സോ സീ യു ഓൾ ഇൻ എ ന്യൂ വീഡിയോ. ബൈ.